കേരളത്തിൻ്റെ നിയുക്ത ദേവസ്വം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കഴിഞ്ഞു. സാക്ഷാൽ ഗുരുവായൂരപ്പ ഭക്തൻ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഏക മകൾ പത്മജ വേണുഗോപാൽ BJP-യിലുണ്ട്. ഇത്തവണ കെ മുരളീധരനെ വീണ്ടും ഭാഗ്യം തുണച്ചു. ഒരിക്കൽ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് പരാജയമാണ് അന്ന് സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് കെ മുരളീധരൻ മന്ത്രി കസേരയിലേക്ക് വരുന്നത്. ദേവസ്വം വകുപ്പ് തനിക്കാണെന്ന് വ്യക്തമായതോടെ കെ മുരളീധരൻ നടത്തിയ ആദ്യത്തെ പ്രസ്താവന, ആദ്യത്തെ ഉറപ്പ് എല്ലാ ശബരിമല വിശ്വാസികൾക്കും മനസ്സിന് കുളിർമയും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. UDF-ഉം കോൺഗ്രസും അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശദമായ പുതിയ അന്വേഷണം ഉറപ്പാക്കി തരും എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ പ്രസ്താവന. നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ലെന്ന് കെ മുരളീധരൻ തുറന്നടിക്കുന്നു. പുതിയ ദേവസ്വം മന്ത്രി ചുമതലയേൽക്കുമ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു പ്രസ്താവന നടത്തുന്നത് എന്തായാലും വളരെ വ്യക്തമായ ചില നിലപാടുകളും കണക്കുകൂട്ടലുകളും ഒക്കെ മുന്നിൽ കണ്ടിട്ടാണ്. നിലവിലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഒരു തവണ പോലും അവർ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുക്കലേക്ക് എത്തിയിരുന്നില്ല. 2 തവണ അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തു എന്നതൊഴിച്ചാൽ. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കം, മുൻ ദേവസ്വം കമ്മീഷണർ N. വാസു അടക്കമുള്ള മുഖ്യപ്രതികൾ അവരെല്ലാം നിരവധി തവണ റിമാൻഡ് കാലാവധി നിരവധി തവണ നീട്ടി ഒടുവിൽ സ്വാഭാവിക ജാമ്യം നേടി, സ്വാഭാവികമായ ജാമ്യം വ്യവസ്ഥകൾ നേടി അവർ പുറത്തിറങ്ങുകയായിരുന്നു. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കട്ട സ്വർണം എവിടെ എന്ന് പോലും കണ്ടെത്താൻ അവർക്കായിട്ടില്ല. ബംഗളൂരുവിലെ ഒരു സ്വർണ്ണ വ്യാപാരിക്ക് ഇത് വിറ്റു എന്നൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് പ്രത്യേക സംഘം പ്രവർത്തിച്ചു വരുന്നത്. എങ്കിലും കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് ഈ അന്വേഷണ സംഘത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒട്ടും കോട്ടം തട്ടാത്ത തരത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്തെല്ലാം മുൻ ഇടത് നേതാക്കളും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറും ഒക്കെയാണ് അറസ്റ്റിലായവർ. ദേവസ്വം ബോർഡിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ പലരും സുപ്രീം കോടതി വരെ പോയെങ്കിലും സുപ്രീം കോടതി വരെ ഇവരുടെ ജാമ്യം നൽകാനാകാത്ത നിലപാട് ഹൈക്കോടതിയിൽ പോയി ചോദിക്കുമെന്ന് വ്യക്തമായ നിലപാടെടുത്തതോടെയാണ് പ്രതികളും CPM ഒക്കെ ഈ വിഷയത്തിൽ കുടുങ്ങിപ്പോയത്. എങ്കിലും സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു പിടുത്തം സർക്കാർ വിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടുതൽ അവർ ചെന്നെത്താത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ അദ്ദേഹം ശബരിമലയിൽ കൊണ്ടുവന്ന സ്പോൺസർമാരും ചേർന്ന് ഈ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി വിറ്റു കാശാക്കി എന്ന തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇപ്പോഴിതാ പുതിയ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ ഒരു ഉറപ്പ്. എന്തു തന്നെയായാലും ശബരിമലയിൽ വീണ്ടും ഒരു പുതിയ അന്വേഷണം വരുമെന്നാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം നേരത്തെ തെളിവുകൾ നിരത്തി ദുബായിലുള്ള ഒരു വ്യവസായിയുടെ വിശദ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അതായത് ഒരു അന്താരാഷ്ട്ര പുരാവസ്തു റാക്കറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ശബരിമലയിലെ ഈ പാളികളടക്കം വാതിലുകളടക്കം കൊള്ളയടിക്കപ്പെട്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. പക്ഷേ സംസ്ഥാന സർക്കാർ അതൊക്കെ തള്ളിക്കളഞ്ഞു. രമേശ് ചെന്നിത്തല എന്തോ ഒരു ഫാൻറ്റസി, ഒരു കഥ പറയുകയാണ്, ഒരു ഫാൻറ്റസി കഥ പറഞ്ഞു കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് കൂടുതൽ അന്വേഷണം വേണ്ട എന്നായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, ഇടത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്നത്തെ രമേശ് ചെന്നിത്തല എന്ന വെറും MLA അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളെ വളരെ അർഹിക്കുന്ന അവജ്ഞകൾ അപ്പുറത്ത് തള്ളിക്കളയുകയായിരുന്നു പ്രത്യേക സംഘം ചെയ്തത്. പക്ഷേ ഇനി അതല്ല കാര്യം. ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല തീരുമാനിക്കും ഇനി ആരാണ് അന്വേഷിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഈ കേസ് അന്വേഷിക്കേണ്ടതെന്ന്.
ഏതൊക്കെ നിലവിലെ അന്വേഷണ സംഘം വിട്ടുപോയ ഏതൊക്കെ പഴുതുകൾ, ആ പഴുതുകൾ എവിടെയൊക്കെ അടയ്ക്കണം, അവർ വിട്ടുപോയ കണ്ണികൾ, ആ കണ്ണികളെ എവിടെയൊക്കെ കൂട്ടിച്ചേർക്കണം, അങ്ങനെ സമഗ്രമായൊരു കുറ്റപത്രം, യഥാർത്ഥ പ്രതികൾ ആരാണ്, ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും അപ്പുറം പ്രധാന പ്രതിയുണ്ടെങ്കിൽ അതാരാണ്, ഇതടക്കമുള്ള വിശദമായ അന്വേഷണ അജണ്ടയാകും, അന്വേഷണ ടേംസ് ഓഫ് റെഫറൻസ് ആകും പുതിയ അന്വേഷണത്തിൽ ഉണ്ടാകുക. ഇതിൻ്റെ ഒരു സൂചന തന്നെയാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശബരിമല ഭക്തരെ സംബന്ധിച്ച്, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചും ഇതൊരു നല്ല വാർത്തയാണ്. കാരണം പറഞ്ഞിരിക്കുന്നത് ഒരു UDF സർക്കാരിലെ മന്ത്രിയാണെങ്കിലും UDF സർക്കാരിൻ്റെ ഉറപ്പാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. അവരാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത്. വാദിഭാഗത്ത് സംസ്ഥാന സർക്കാരാണ്. പിന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടവുമുണ്ട്. പക്ഷേ ഹൈക്കോടതിയെ അന്വേഷണ സംഘം എന്ത് ധരിപ്പിക്കുന്നു എന്നതിലാണ് ഇതിൻ്റെ അന്തസ്സത്ത ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് യഥാർത്ഥ പ്രതി ആരൊക്കെ കൂടിയാണ് ഈ സ്വർണം കട്ടത്, എത്ര സ്വർണം കട്ടെടുത്തു, ശബരിമലയിൽ മാത്രമാണോ അതോ ഗുരുവായൂരടക്കമുള്ള കേരളത്തിലെ പ്രധാന ദേവസ്വം ക്ഷേത്രങ്ങളിലും ഈ കൊള്ളക്കാരുടെ ശൃംഖല ചെന്നെത്തിയിരുന്നു, അവിടെ നിന്നും അവർ എന്തൊക്കെ അടിച്ചു മാറ്റി, ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഇപ്പോൾ എവിടെയുണ്ട്, മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, ഈ കാര്യങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ കേരളത്തിലെ വിശ്വാസികൾക്ക് വ്യക്തമായൊരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ UDF സർക്കാരിൽ അർപ്പിക്കുന്നത്.